ചെല്ലുന്നത് കുറച്ചാണെങ്കിലും മട്ടത്തിൽ ചൊല്ലണം. നമ്മൾ ചിലപ്പോൾ യാസീൻ എന്ന് പറഞ്ഞിട്ടാണ് ഓതലോട് എവിടെയോ എത്തിപ്പോവും. ചിലപ്പോൾ ചില ആൾക്കാരെ യാസീനൊക്കെ അന്നേരം തന്നെ തീരുന്നതാണ്. നാളൊരു ചങ്ങായി യാസീൻ ഓതി നോക്കുമ്പോൾ വേഗം വേഗം യാസീൻ തീരുക. പോനോട് വെച്ച് ഇതെന്ത് യാസീനാടോ? എന്തേ നിങ്ങൾ ശരിക്കും ഓതായിട്ടല്ലേ? ഞാൻ നല്ലപോലെ ഓതി വേഗം തീർന്ന്. ഇത്ര വേഗം തീർന്ന് എന്നാ ഒന്ന് ഓദിക്കാന്ന്. അന്നേരല്ലേ ഓതുന്നത് യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം. തീരാനെവിടെങ്കിലും പോണം. ഇങ്ങനെ നമ്മൾ എങ്ങനെയെങ്കിലും ചൊല്ലിയത് കൊണ്ട് ഒരു കാര്യവും ശരിയാവില്ല. ഫസമ്മാഹു മുഹമ്മദാ. എന്നിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെ ഒരു സംഭവം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം. അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം. ഈ മുഹമ്മദ് എന്ന് പേര് വെക്കപ്പെട്ടിരിക്കുന്ന പ്രകാശം ഏതാണെന്ന് അറിയോ? നമ്മുടെ ആദ്യ പിതാവ് നബിയുല്ലാഹി ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ട് സ്വർഗ്ഗലോകത്ത് താമസിപ്പിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഓ ആദമേ, സ്വർഗം നിങ്ങൾക്കുള്ള തറവാടാണ്, ഇവിടെ താമസിച്ചോ. പക്ഷേ ഒരു കാര്യമുണ്ട്, സ്വർഗത്തിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെടാത്ത ഒരു വൃക്ഷമുണ്ട്. ആ 2 മരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്, ആ വൃക്ഷത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്. ഇബ്ലീസ് സ്വർഗത്തിന്റെ വാതിൽക്കൽ പോയി ആദം നബി അലൈഹിസ്സലാമിനെ വസ്വാസാക്കി. ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾക്ക് കാലാകാലം ഇവിടെ താമസിക്കണോ എന്നാ ആ മരത്തിന്റെ ഇല പറിച്ച് ഭക്ഷിച്ചോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരുന്നു. ഇബ്ലീസിന്റെ വസ്വാസ്. ആദം നബി അലൈഹിസ്സലാം വിലക്കപ്പെട്ട മരത്തിൽ നിന്ന് പഴം പറിക്കുക എന്ന മറവി സംഭവിച്ചു. അപ്പൊ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സ്വർഗ്ഗലോകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ഒരൊറ്റ കരച്ചിൽ, അല്ലാഹുവേ, മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട്, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട്, മുഹമ്മദ് നബിയുടെ ജാഹ് കൊണ്ട്, മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് എനിക്ക് തൽക്കാലം സംഭവിച്ചിരിക്കുന്ന പാകപ്പഴവിന് മാപ്പ് നൽകണേ അല്ലാഹ്. അപ്പൊ അല്ലാഹു തആല ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്നാ മുഹമ്മദ് നബിനെ കിട്ടിയത്? നിങ്ങൾക്ക് എവിടുന്നാ മുഹമ്മദ് നബിനെ മനസ്സിലായത്? അപ്പൊ അള്ളാഹുവിനോട് ആദം നബി അലൈഹിസ്സലാം പറയുകയാണ്, റബ്ബേ, എല്ലാ കാര്യങ്ങളും നീ എനിക്ക് പഠിപ്പിച്ചു തന്നല്ലോ. ആ പഠിപ്പിച്ചു തന്നവ അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. എല്ലാ അറിവും ആദം നബി അലൈഹിസ്സലാമിന് നൽകിയപ്പോൾ അറിവ് നൽകിയ ആദം നബി അലൈഹിസ്സലാം ഇങ്ങനെ നോക്കുമ്പോഴോ അർശിന്റെ മുകളിൽ എഴുതി വച്ചിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വാനലോകത്ത് മുഴുവനും എഴുതി വച്ചിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. ഭൂമി ലോകത്ത് നിന്നുള്ള വാർത്തകൾ മുകളിലോട്ടും അവിടുന്ന് ഇങ്ങോട്ടുള്ളത് ഇങ്ങോട്ടും, രണ്ടിന്റെയും ഇടയ്ക്ക് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട്, സിദ്റത്തുൽ മുന്തഹ. ആ സിദ്റത്തുൽ മുന്തഹ എന്ന വൃക്ഷത്തിന്റെ മുകളിൽ ധാരാളം ഇലകൾ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷമാണ്. ആ വൃക്ഷത്തിന്റെ ഓരോ ഇലയിലും എഴുതി വച്ചിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗ്ഗവാതിൽക്കൽ എഴുതി വച്ചിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ അർശിലും കുർസിലും ലോകത്ത് അവിടെയെല്ലാം റസൂലുള്ളാഹിന്റെ പേരാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പൊ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബേ, ഇവിടൊക്കെ നീ പഠിപ്പിക്കപ്പെട്ട് ഞാനിങ്ങനെ നോക്കുമ്പോ അല്ലാഹ് എന്നുള്ളവനോട് ചേർന്ന് എഴുതി വെച്ച ഒരേ ഒരു പേര് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരായത് കൊണ്ടാണല്ലോ നിന്റെ പേരിന്റെ കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. നമ്മളൊക്കെ ഇപ്പൊ എഴുതി വെക്കുമ്പോ അല്ലാഹു ജല്ല ജലാലു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ജല്ല ജലാലു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയല്ലേ നമ്മൾ എഴുതി വെക്കുക. ആദം നബി അലൈഹിസ്സലാം പറയുകയാണ്, പടച്ചവനെ, നിന്റെ പേരിന് ചേർന്ന് കണ്ട പേര് കണ്ടപ്പോ എനിക്ക് ഉറപ്പായി നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പേരാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് എന്ന് ചോദിക്കുന്നത്. അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം. ആദം നബി അലൈഹിസ്സലാം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം
ലോകത്ത് മുഴുവനും വെള്ളപ്പൊക്കമായി, പ്രളയമായി. നമ്മളിപ്പോ ചെറിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളൂ, ഒരു ജലദോഷം അല്ലേ? നമ്മക്കിപ്പോ കേരളത്തിൽ എത്ര ഉണ്ടായത്? ഒരു ജലദോഷം ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴേക്ക് തന്നെ കേരളത്തിന്റെ പ്രളയക്കെടുതി എത്ര വലുതായി. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഒട്ടാകെ വെള്ളപ്പൊക്കം. സുബ്ഹാന ജല്ല ജലാലു, കപ്പൽ ഒരു സ്ഥലത്ത് നിൽക്കാനും എന്നിട്ട് ലോകത്തുള്ള സൃഷ്ടിചരാചരങ്ങൾക്ക് സംരക്ഷണം ലഭിക്കാനും ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. മുഹമ്മദുർ റസൂലുള്ളാഹ് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അവിടുത്തെ ശത്രു വിഭാഗങ്ങളൊക്കെ കൂടെ ചേർന്നിട്ട് തീയിലിടാൻ തീരുമാനിച്ചു. യാ റബ്ബ് യാ റബ്ബ്. നമ്രൂദിന്റെ അഗ്നികുണ്ടാരത്തിന് വേണ്ടി പ്രഖ്യാപനം വന്നു. രാജാവിന്റെ കൽപ്പന വന്നപ്പോൾ എല്ലാവരും വിറക് ശേഖരിച്ചു. അന്ന് ജനങ്ങൾ ഇബ്രാഹിം നബിനെ തെറ്റിദ്ധരിച്ചിട്ട് എന്താ ചെയ്തതെന്നറിയോ? പെണ്ണുങ്ങളൊക്കെ നേർച്ചയാക്കി ഊരവേദന മാറാൻ ഇബ്രാഹിം നബിനെ കത്തിക്കുന്ന തീയിലേക്ക് ഒരു കെട്ട് വിറക്. നമ്മളിപ്പോ ഓരോന്ന് നേർച്ചയാക്കണില്ല എന്ന മാതിരി ഓലെ ദൈവങ്ങളൊക്കെ ആക്ഷേപിക്കുന്ന ഇബ്രാഹിമാണ്. അതുകൊണ്ട് ഇബ്രാഹിമിനെ ചുട്ടുകരിക്കുകയാണ്. അതുകൊണ്ട് ഇബ്രാഹിമിനെ കരിച്ചു കളയുന്ന തീയിലേക്ക് ഒരു കെട്ട് വിറക് ഒരാൾ വക, മുട്ടുംകാലിന്റെ വേദന മാറാൻ. അത്രത്തോളം ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. സുബ്ഹാനല്ലാഹ്, വിശാലമായ മൈതാനിയിൽ വിറകെങ്ങനെ കുന്നുകൂട്ടിയിട്ട് 4 ഭാഗത്ത് തീ കൊളുത്തിയപ്പോൾ ആകാശത്തു കൂടെ തൊട്ടില്ലെന്ന രീതിയിൽ ഉയരത്തിൽ പറക്കുന്ന പക്ഷി അതിന്റെ ജറക് കരിഞ്ഞിട്ട് തീയിലേക്ക് വീണു. അത്രയധികം ചൂടായി. ആ തീയിലേക്ക് നബിയുല്ലാഹ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വലിച്ചെറിഞ്ഞപ്പോൾ ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ എന്റെ പ്രകാശം ഉണ്ടായിരുന്നു. മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ ഒരു ചരിത്രം ലോകത്ത് ഒരാളുടേതും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് 2000 വർഷം മുമ്പ് ഇങ്ങോട്ട് വന്നിട്ട് 63ാമത്തെ വയസ്സിൽ മുത്തുനബി വഫാത്താകുമ്പോൾ താടിയിലും തലമുടിയിലും കൂടിയായിട്ട് 19 രോമം മാത്രമേ നരച്ചിട്ടുള്ളൂ. ഇത്രയധികം ചരിത്രമുള്ള ഒരു വ്യക്തി ലോകത്ത് വേറെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നബി മുഹമ്മദ് മുസ്തഫ, ആ നബിയെ സംബന്ധിച്ചുകൊണ്ട് മാതാപിതാക്കളെ, ഉസ്താദുമാരെ, മുതിർന്ന തലമുറയിലെ അംഗങ്ങളെ, നിങ്ങൾ വരുന്ന തലമുറക്ക് കുട്ടികൾക്ക് അല്ലിമൂ ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാഹി, ഹുബ്ബുൻ നബി പഠിപ്പിക്കണം. പഠിപ്പിക്കാതിരുന്നാൽ എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല. ഞാൻ ഒരു പ്രാവശ്യം റിയാദിൽ പോയി. അപ്പോ ഒരു റെണ്ടേക്കാർ എടുത്തിട്ട് സൗദിയിലെ ചരിത്രങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി മൊത്തം സൗദിയിൽ ഒന്ന് കറങ്ങാം. ഞാനും 2 സുഹൃത്തുക്കളും ഉണ്ട്. അപ്പം ഞങ്ങൾ റിയാദ് കഴിഞ്ഞ് പട്ടണത്തിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോയിട്ട് നമ്മുടെ യമാമ യുദ്ധം നടന്ന മുസൈലിമത്തുൽ കദ്ദാബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സിദ്ദീഖ് റളിയല്ലാഹുവിന് നേതൃത്വം നൽകി നയിച്ച യുദ്ധമുണ്ടല്ലോ, ആ ചരിത്രം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുക. അൽ ഖറജ് വഴി പോകുമ്പോൾ ഞങ്ങളെ വണ്ടി അവിടുത്തെ മുത്തവ്വ പോലീസ് തടഞ്ഞു നിർത്തി. അവിടുത്തെ ശരിയത്ത് പോലീസിനാണ് മുത്തവ്വ പോലീസുകാർ. നമ്മൾ ജന്നത്തുൽ ബഖയിൽ സിയാറത്തിന് പോയാൽ കണ്ടിട്ടില്ല, ഇവിടെ ദ്വാരക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് കൂട്ടർ. അപ്പോൾ അവർ തടഞ്ഞു, കൈ കാണിച്ച് നിർത്തി. ഞങ്ങളോട് എവിടെ എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ അതിൽപ്പെട്ട ഒരു മുത്തവ്വ ഞങ്ങളെ കാറിന്റെ മുൻവശത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ആ സ്റ്റിക്കറിൽ എന്താ ഉള്ളത്? ഒരു നക്ഷത്രക്കലങ്ങനെ വരച്ചിട്ട് 2 സ്റ്റിക്കർ. ഒന്ന് അല്ലാഹു ജല്ല ജലാലു, മറ്റതോ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വഹാബിയായ ഈ മുതവ്വ ആ സ്റ്റിക്കർ ബലം പ്രയോഗിച്ചിട്ട് പറിച്ചെടുത്തിട്ട് അയാൾ നടുക്ക് പൊട്ടിച്ചിട്ട് അല്ലാഹു ജല്ല ജലാലു എന്നുള്ളത് ഞങ്ങൾക്ക് തന്നു, മറ്റത് അയാൾ കുപ്പത്തൊട്ടി കണ്ടു. എന്നിട്ട് അയാൾ ഞങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു തരാണ്. ഇത് രണ്ടും ഒപ്പം വെച്ചാൽ രണ്ടും അള്ളയാണ് എന്ന് തോന്നിപ്പോകുന്നു. അപ്പൊ നമുക്ക് തൗഹീദ് പഠിപ്പിച്ചു തരാം. ഇത് രണ്ടും ഇങ്ങനെ ഒപ്പം വെച്ചാൽ എന്ത് തോന്നിപ്പോകും? ഇതും അള്ളയാണ്, ഇതും അള്ളയാണ് എന്ന് തോന്നിപ്പോകുന്നതാണ്. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, ഇനി ഷഹാദത്ത് കലിമ എങ്ങനെ ചെല്ലേണ്ടത് എന്ന് ചോദിച്ചു. ഷഹാദത്ത് കലിമ ഇനി ചെല്ലണല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഒപ്പം ചെല്ലിയാൽ രണ്ടും ഒന്നാം തോന്നിപ്പോലും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇപ്പൊ തന്നെ ചെല്ലിയാൽ രണ്ടും പടച്ചോനാ തോന്നിപ്പോവില്ലേ? എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് അയാളോട് പറഞ്ഞു, അള്ളാഹു തആല 1,24,000 നബിമാരെ അയച്ചിട്ട് ഞങ്ങളെ നാട്ടിൽ ആരും വന്നിട്ടില്ല, ഞങ്ങളെ തൗഹീദിന് ഒരു കുഴപ്പമില്ല, അത്രയും ആളയച്ചിട്ട് നിങ്ങളോട്ട് നന്നായിട്ടുമില്ല. അല്ലാണ്ട് പിന്നെ പിരാന്ത് പിടിച്ചാൽ പിന്നെ പറയണ്ടേ. ദേഷ്യം പിടിക്കേണ്ട നേരത്തെ പിന്നെ നമ്മൾ ചിരിച്ചിട്ട് കാര്യമില്ല. ചില സ്ഥലത്ത് എന്ത് വേണ്ടി വരും?